ഇപ്പോൾ നിലമ്പൂർ MLA ആയിരുന്ന PU അൻവറിൻ്റെ രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ നമ്മളിങ്ങനെ ഇന്ന് രാവിലെ മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാര്യം വ്യക്തമാണ്, UDF തയ്യാറാക്കിയ ഒരു തിരക്കഥയിലൂടെയാണ് ഇപ്പോൾ അൻവർ യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കാര്യങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ വ്യക്തമാണ്. നേരത്തെ തന്നെ അൻവറിൻ്റെതായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കേരളത്തിൽ വാർത്തകൾ ഉണ്ടാക്കാനും മാധ്യമ ശ്രദ്ധ നേടാനും CPM-നെയും മുഖ്യമന്ത്രി സഖാ പിണറായി വിജയനെയുമെല്ലാം കടന്നാക്രമിക്കാനും നടത്തിയ പരിശ്രമങ്ങളുടെ പൊതു സ്വഭാവം നോക്കിയാൽ അത് UDF-യുമായുള്ള വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നമുക്ക് ബോധ്യമാവും. ഇപ്പോൾ അൻവറിൻ്റെ ഒരു സമര പരിപാടി ഉണ്ടായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്യാൻ ലീഗിൻ്റെ പാർലമെൻറ്റ് അംഗവും ജനറൽ സെക്രട്ടറിയായ ET മുഹമ്മദ് ബഷീറിനെയാണ് നിശ്ചയിച്ചത്. അതുപോലെ തന്നെ അൻവറുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് KPC പ്രസിഡന്റ് സുധാകരൻ, പിന്നീട് പ്രതിപക്ഷ നേതാവ്, അതിനുശേഷം രമേശ് ചെന്നിത്തല, ഇവരെല്ലാവരും അൻവർ പറയുന്നതിൻ്റെ അനുബന്ധ സംസാരക്കാരായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു UDF സ്ക്രിപ്റ്റിൽ അൻവർ പറയുന്നതിന് അതിൻ്റെ ലക്ഷ്യം വളരെ കൃത്യമാണ്. അതിൻ്റെ ആ സംസാര രീതികളും പറഞ്ഞ കാര്യങ്ങളും നോക്കിയാൽ കാണാൻ കഴിയും. സമൂഹത്തെ കൂടുതൽ വർഗീയവൽക്കരിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ആ കാര്യങ്ങളെ ആകെ നോക്കിയാൽ, സംസാരങ്ങളെ ആകെ നോക്കിയാൽ നമുക്ക് കാര്യങ്ങളെ നീക്കുന്നതെന്ന് കാണാൻ കഴിയും. കേരളത്തെ വർഗീയമായി ചേരിതിരിക്കുക എന്നതും ആ വർഗീയ ചേരിയെ ആകെ UDF-ൻ്റെ പിന്നിൽ അണിനിരത്തുക എന്നതും ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ രാഷ്ട്രീയമായി തോൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് കേരളത്തിലെ വലതുപക്ഷം ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ രീതിയാണ്. എല്ലാ വിഷയങ്ങളെയും വർഗീയവൽക്കരിക്കുകയും സാമുദായികവൽക്കരിക്കുകയും ചെയ്യുന്നു. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നത് സാധാരണഗതിയിൽ ഈ നമ്മുടെ ലോകത്ത് തന്നെയുള്ള പാരിസ്ഥിതിക വിഷയങ്ങളുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ്. പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പം അമേരിക്കയിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നന്നായിട്ട് തീ കത്തിക്കാളുന്നുണ്ട്. അത് കേരളത്തിനെങ്ങാനും ഒരു സ്ഥലത്തെങ്ങാനും ഒരു തീ ആയിരുന്നെങ്കിൽ പിണറായി വിജയൻ കത്തിച്ചതാണ് നമുക്ക് പറയാം. ഉറപ്പാണല്ലോ, തീ അവിടെയായി പോയി, അമേരിക്കയിലായി പോയി. അതൊക്കെ പ്രകൃതിയുടെ പാരിസ്ഥിതിക ആഘാതത്തിൻ്റെ ഭാഗമാണ്, പാരിസ്ഥിതിക വിഷയമാണ്. അതിന് ആ നിലയിൽ കൈകാര്യം ചെയ്യേണ്ടത് അതൊരു രാഷ്ട്രീയ വിഷയമല്ല. അത്തരം വിഷയങ്ങളെയാണ് രാഷ്ട്രീയ വിഷയം എന്നതിനുപരി വർഗീയ വിഷയമാക്കിയിട്ട് കൂടി മാറ്റാൻ ശ്രമിക്കുന്നത്. ആപത്ത് നിറഞ്ഞൊരു രാഷ്ട്രീയമാണ്. അതാണ് നമ്മൾ ഗൗരവപൂർവ്വം കാണേണ്ടത്. UDF-ൻ്റെ പൂർണ്ണ പിന്തുണയിലാണ് ഇത് നടക്കുന്നത്. UDF ഇപ്പം ഉണ്ടാക്കിയിരിക്കുന്ന വർഗീയ സഖ്യത്തിൻ്റെ വ്യാപനം എന്ന ലക്ഷ്യത്തോടു കൂടി അവർക്ക് നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അൻവറിനെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ്
ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായി കണ്ടിട്ടുള്ളത് അതിൻ്റെ ഒരാവർത്തനം പുതിയ രീതിയിൽ ഇപ്പോൾ ഇന്ന് നടത്തിയിരിക്കുക. ഇതൊന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഹുജന അടിത്തറയെ, അതിന് ലഭ്യമായിരിക്കുന്ന ബഹുജന പിന്തുണയെ ഇല്ലാതാക്കാൻ പര്യാപ്തമല്ല. പറയുന്നതൊക്കെ പതിരാണ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരായിട്ട് ആവർത്തിച്ച് പറഞ്ഞാൽ അതിന് പ്രത്യേക പിന്തുണ കിട്ടും എന്നുള്ള തെറ്റിദ്ധാരണയിൽ അത്തരം കാര്യങ്ങളും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പറയാത്തതൊന്നും ആ നിലയിൽ പറഞ്ഞിട്ടില്ല. പറഞ്ഞതിൻ്റെ ആവർത്തനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളീയ സമൂഹത്തിൻ്റെ മുന്നിൽ വിലപ്പോകുന്ന കാര്യങ്ങളെല്ലാം ഇത് UDF രാഷ്ട്രീയ വിജയത്തിൻ്റെ എളുപ്പവഴികൾ അന്വേഷിക്കുമ്പോൾ കേരളീയ സമൂഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് അവർക്കുള്ള ധാരണകളുണ്ട്.